വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. കുറച്ചൊരു ഗ്യാപ്പ് വന്നത് നമ്മുടെ ഇൻ്റർവ്യൂ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യലും അതുപോലെ ഒപ്പം തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷനും ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് ദിവസത്തേക്ക് ഒന്നും തന്നെ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചു. ഇതിനൊക്കെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ LPയുടെ ഇൻ്റർവ്യൂ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UPയുടെ ഇൻ്റർവ്യൂ ആയിരിക്കും. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നല്ല, ഇനി അടുത്തത് UPയുടെ ആയിരിക്കും. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഒപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് എനിക്ക് ലഭിച്ച കുറച്ച് കാര്യങ്ങൾ, അവരുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, അതെല്ലാം എനിക്കിവിടെ പറയണമെന്ന് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. ഇൻ്റർവ്യൂവിന് അത്യാവശ്യം നമ്മൾ പഠിച്ച് എടുത്ത ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടാണ് പോയത്. ഒപ്പം തന്നെ ഡിഗ്രി ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തു കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ നോക്കി പോയിരുന്നു. പക്ഷെ അതിന് മുൻപ് വരെ, തലേ ദിവസം വരെ ആ ഒരു പാനല് ഡിഗ്രി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. ഒറ്റ ഡിഗ്രി കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി എന്ന് മാത്രം. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് തലേ ദിവസത്തെ വരെ, അവർക്ക് 2 ദിവസം 3 ദിവസം മുമ്പ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ആ 3 ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞ കാൻഡിഡേറ്റ്സ്, പിന്നെ ഗ്രൂപ്പിലൊക്കെ ആയിട്ടുള്ള ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ കിട്ടിയത്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ നടന്ന അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചതെല്ലാം തന്നെ അവരുടെ സബ്ജക്റ്റുമായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെല്ലാവരോടും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ പരിചയത്തിലുള്ളൊരു 4-5 പേരോട് അങ്ങനെ ചോദിച്ചു. എന്നോടും ഡിഗ്രി ബേസ് ചെയ്ത്, എനിക്ക് ഇംഗ്ലീഷ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരുന്നു. വളരെ അപൂർവമായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതല്ലാതെ പുറത്തുനിന്ന് ചോദിച്ചത്. അത് നമ്മുടെ ഒരു അഭിപ്രായം അറിയുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോഴത്തെ ദിവസം, അതായത് നമ്മുടെ പ്രവൃത്തി ദിവസങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കണം. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, എല്ലാ സംഘടനകളും, അധ്യാപക സംഘടനകളും അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനം വേണ്ട എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. പക്ഷേ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയുണ്ടായി, അതായത് നമുക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം പങ്കുവച്ചു. അതിനെ തുടർന്ന് അവർ അങ്ങനെയാണോ ടീച്ചറെ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അതിൽ നമ്മൾ നമുക്കറിയാലോ ശരിക്കും ഇങ്ങനെയാണ്. നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ ശനിയാഴ്ച വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കും. ഇപ്പോൾ ജോലി കിട്ടി ലീവ് എടുക്കണം എന്ന് വിചാരിച്ച് ജോലി കിട്ടുന്നവരായിരിക്കാം കുറേ പേര് ശനിയാഴ്ച വേണ്ട എന്ന് പറയുന്നവർ. പിന്നെ ജോലിയിൽ സ്ഥിരമായവർക്ക് എന്തിനാ, അത് ഒരു ദിവസം അവധി കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ബാക്കി ദിവസങ്ങളിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ സമയം ദീർഘിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം, അതുപോലെ തന്നെ കുട്ടികളെ അടിക്കുന്നതിനോടുള്ളൊരു നിങ്ങളുടെ അഭിപ്രായം, ഇതൊക്കെയാണ് എന്നോട് പൊതുവായി ചോദിച്ചത്. എൻ്റെ ഒരു 2 ഫ്രണ്ട്സിനോടും ഈ ചോദ്യങ്ങൾ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തുടർന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചോദിച്ചത് ഇംഗ്ലീഷ് പെഡഗോജി, അതുപോലെ ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവലിൻ്റെ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്സും പറയാൻ പറഞ്ഞു. അതിലെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഇംഗ്ലീഷ് ഫെസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ
എന്തെല്ലാമായിരിക്കും അവിടെ ഫെസ്റ്റിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് ഇംഗ്ലീഷ് ഡിസ്കോഴ്സസ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇംഗ്ലീഷ് ഡിസ്കോഴ്സസ്. അങ്ങനെ ഒരു ഡിസ്കോഴ്സസ് നിങ്ങൾ എങ്ങനെയാണ് അത് ക്ലാസ്സിൽ അവതരണം ഇങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം തന്നെ മോഡൽ കൊടുക്കുകയാണോ ചെയ്യുക, അത്തരത്തിലുള്ള അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. തുടർന്ന് ചോദിച്ചത് ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ മലയാളത്തിൽ ഓൾറെഡി പറഞ്ഞ പോലെ ആശയാവതരണ രീതിയാണോ, അതോ അക്ഷരാവതരണ രീതിയാണോ, അതോ വേറെ ഏതെങ്കിലും മെത്തേഡിലാണോ ഇംഗ്ലീഷ് അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചത്. അതിൻ്റെ ഓരോന്ന് നമ്മൾ ആൻസർ പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെയും ചോദിച്ചിരുന്നു. എല്ലാ ചോദ്യങ്ങളും സത്യം പറഞ്ഞാൽ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ തന്നെ പകുതി ക്വസ്റ്റ്യൻസ് മനസ്സിൽ നിന്ന് പോയി. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മാത്രം ചോദിക്കുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 3 ചോദ്യം കഴിഞ്ഞു, 4 ചോദ്യം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ചോദിക്കും, മാത്സിൽ നിന്ന് ചോദിക്കും, EVS നിന്ന് ചോദിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ പോലും മറ്റ് സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കേണ്ടായില്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതുപോലെ 2-3 കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഒരു ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിൽ ആന്ധ്രാപ്രദേശിലെ ഒരു അധ്യാപകൻ കുട്ടിയെ അടിച്ചത്, അത് ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ആ ന്യൂസ് എന്താണെന്ന് അവർ പറയുകയും അതിനെ തുടർന്ന് കുട്ടിയെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പകുതിയിലധികം ക്വസ്റ്റ്യൻസ് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഞാൻ എടുക്കാൻ നോക്കിയെങ്കിൽ പോലും അതിനോട് കണക്ട് ചെയ്ത ചോദ്യങ്ങളൊന്നും തന്നെ, എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പെട്ടെന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണ് അവരതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചതെന്നുള്ളത്. സംഭവം മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു. വേറെ ചോദ്യങ്ങൾ എന്തൊക്കെയോ അതിനിടയിൽ കൂടെ നമ്മുടെ അഭിപ്രായം അറിയുന്ന വിധത്തിൽ ചോദിച്ചിരുന്നു, ഒരു വിധം കണക്റ്റഡ് എന്ന രീതിയിൽ. പക്ഷെ അതൊന്നും തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെയും കുറെ ആലോചിച്ചെടുത്തെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വെറും 4 മിനിറ്റ് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് എടുത്തത്. പിന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇതിനോട് ചേർന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ തുടർന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. 9:30 റിപ്പോർട്ടിംഗ് ടൈമാണ് എനിക്ക് കിട്ടിയത്. അവിടെ നമ്മൾ ഞാനൊരു 9 o'clock അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9:15 അവർ അവരുടെ ഓഫീസ് റൂമിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. അവിടെ എത്തി അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഫോണൊക്കെ, വാച്ച് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. സാധാ വാച്ച് പോലും അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ നമ്പറിൻ്റെ ഓർഡറിലാണ് ഇരുത്തിയിരുന്നത്. നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് OTV സർട്ടിഫിക്കറ്റ്, അതല്ലാതെ നമ്മൾ കൈപിടിക്കേണ്ട ഒന്നാണ് നമ്മുടെ എന്നാണ് ഇൻ്റർവ്യൂ, അതുപോലെ ഏത് സ്ഥലമാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ മെമ്മോ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂ മെമ്മോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ആ ഒരു നമ്പറിൻ്റെ ഓർഡറിലാണ് നമ്മളെ ലൈനായിട്ട് ഇരുത്തുന്നത്. ഞാൻ 5ാമത്തെ 6ാമത്തെ ആയിട്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ മെമ്മോ അനുസരിച്ച് എൻ്റെ നമ്പർ വന്നിരുന്നത്. ഫസ്റ്റ് ബാച്ചിൻ്റെ ഓൾറെഡി അവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 15 മെമ്പേഴ്സാണ് ഒരു സെക്ഷനിൽ വരിക. അങ്ങനെ ടോട്ടൽ ഒരു ദിവസം 30 പേരാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ്, ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നെക്സ്റ്റ് ബാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അവിടെ കൊണ്ടിരുത്തി ലൈനായിട്ട് നമ്മുടെ നമ്പർ അനുസരിച്ച് ഓർഡറിൽ ഇരുത്തിയതിന് ശേഷം നമ്മുടെ ബയോഡാറ്റ അവിടെ വാങ്ങി വെക്കും. അതിലവർ ഏതെങ്കിലും കോളം ബ്ലാങ്ക് ആണെങ്കിൽ അതപ്പോൾ ഫില്ല് ചെയ്യാൻ പറയും. അത് നിൽന്ന് എഴുതിയാൽ മതി, ഒന്നുമില്ലെങ്കിൽ നിൽന്ന് എഴുതുക. ഒറ്റ കോളം പോലും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടരുത്, വരച്ചിടരുത്. നിൽ അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ലെവലിൽ എഴുതിയാൽ മതി.
മലയാളത്തിലോ ഇംഗ്ലീഷിലോ ബയോഡാറ്റ ഫില്ല് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തിരുന്നത്. ഒരുപാട് പേര് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തിട്ട് ബയോഡാറ്റ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് മലയാളം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അവരതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. അവർക്ക് ജസ്റ്റ് ബയോഡാറ്റ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബയോഡാറ്റ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ബയോഡാറ്റ 28A കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫിൽ ചെയ്തിട്ട്. അത് അവർ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രശ്നം പറഞ്ഞത് അവർ ലാസ്റ്റ് ഒരു സത്യവാങ്മൂലമുണ്ട്, അത് 28 എന്ന നമ്പറിൽ മാത്രമേ ഉള്ളൂ, 28A ഇല്ല. അപ്പോൾ ആ സത്യവാങ്മൂലം നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഒരുപാട് പേര് അത് പഴയ, അതായത് ഡിഗ്രി ഇല്ലാത്തവർ എന്ന് പറഞ്ഞിട്ട് മറ്റ് ഫോമാണ് എടുത്തിരുന്നത് 28A. അപ്പോൾ ഒരുപാട് ഞാൻ ഉൾപ്പെടെ കുറേ പേര് 2 ഫോം, വെറുതെ ഒരു പ്ലെയിൻ ഫോം കൂടി കൈവച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതവർക്ക് എടുത്ത് കൊടുക്കാൻ പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പുറത്ത് പോയിട്ട് ഈ ഒരു ഫോം പ്രിൻ്റ് എടുത്ത് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യാനിരിക്കണം. എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരുവിധം എല്ലാവരുടെയും ഒരു എക്സ്ട്രാ ഫോം കയ്യിൽ വെച്ചിരുന്നത് കൊണ്ട് ഈ തെറ്റി എഴുതി കൊണ്ടുവന്നവർക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അത് ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബയോഡാറ്റയിൽ ലാസ്റ്റ് സത്യവാങ്മൂലം ഉള്ള ബയോഡാറ്റയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതാണ് അവർ പറയുന്നത്. അതല്ല ബാക്കിയുള്ള കോളംസ് ഒന്നും അവർ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇതിനുശേഷം അവിടെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നു, ബയോഡാറ്റ വാങ്ങിച്ചു വയ്ക്കുന്നു. വാങ്ങിച്ചു വെച്ചതിന് ശേഷം നമ്മളെ സൈൻ ചെയ്യിക്കാൻ, അതായത് ഒരു വെരിഫിക്കേഷൻ പോലെ നമ്മുടെ OTP സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കൊണ്ട് നമ്മളെ വേറൊരു റൂമിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുകയാണ്. അവിടെ വെച്ച് നമ്മളോട് സൈൻ ചെയ്യാൻ പറയുന്നു. നമ്മുടെ PSC സൈറ്റിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സെയിം സൈൻ ആയിരിക്കണം അവിടെ ചെയ്യേണ്ടത്. ഒപ്പം നമ്മുടെ തമ്പ് ഇംപ്രഷൻ അത് സ്കാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കിട്ടും. അത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് ഫോൺ ഓൾറെഡി പറഞ്ഞില്ലോ സ്വിച്ച് ഓഫ് ആക്കണം. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതിയ നോട്ടുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊക്കെ നമുക്ക് കരുതാം. അത് നമുക്ക് വായിക്കാം. അതായത് അത്യാവശ്യം സമയമുണ്ട്. ഒരു 9:30 തൊട്ട് ഒരു 11:30 ടൈമിലൊക്കെയാണ് എൻ്റെ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അത്രയും സമയം നമ്മൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാവും. അപ്പം നോട്ട്സ് കയ്യിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും കയ്യിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കത് വായിക്കാനായിട്ടുള്ളൊരു സമയം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. നമ്മുടെ ഒരു സെക്ഷൻ്റെയൊക്കെ ഒരു 2 ആൾ 3 ആൾ മുമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നിർത്തേണ്ട കാര്യമുള്ളൂ. കാരണം അത്യാവശ്യം സമയം എടുക്കില്ല. അപ്പം തന്നെ ഒരു 15 മിനിറ്റ് ഒരു ആളെ വിളിച്ച് അവരുടെ കഴിഞ്ഞ്, അത് കഴിഞ്ഞൊരു 10-20 സെക്കൻഡെങ്കിലും അവർ കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിളിക്കും. അവർക്ക് അത് മാർക്ക് ഇടാനുള്ളൊരു സമയം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 ആൾ 4 ആൾക്ക് മുമ്പ് നമ്മളായി, ഇനി 4 ആളേ ഉള്ളൂ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. അതിന് സമയമുണ്ട്. ഒരു 1.5 മണിക്കൂറോളം നമുക്ക് അല്ലെങ്കിലും പഠിക്കാൻ കിട്ടും. ജസ്റ്റ് ഒന്ന് വായിക്കാൻ, പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ചതാണെങ്കിലും ഒന്ന് റിവൈൻഡ് ചെയ്യാൻ. അതിനുശേഷം നമ്മളെ വിളിച്ച് 2 പേരെ വീതമാണ് ഞങ്ങളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. കഴിയുന്നതിനനുസരിച്ച് ഓരോരുത്തരെ വിളിക്കും. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് അവർ ബെല്ലടിച്ചതിന് ശേഷം, മുൻപത്തെ ആളെ ഇറങ്ങിയതിന് ശേഷം ഒരു 15-20 സെക്കൻഡിന് ശേഷമാണ് അവരൊരു ബെല്ലടിക്കുക. അതിനുശേഷം നമുക്ക് കയറി ചെല്ലാം. പിന്നെ നമുക്കറിയാലോ, മേയൊക്കെ ചോദിച്ചൊന്ന് കയറുക, വിഷ് ചെയ്യുക, അവിടെ ഇരിക്കാം. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുക. ആരാണ് ചോദിക്കുന്നത് അവരോട് പ്രത്യേകമായിട്ട് പറയുക. മറ്റുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളെയും, അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. കഴിയുമ്പോൾ താങ്ക് യു പറഞ്ഞ് ഇറങ്ങിപ്പോരാം. ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയാനുള്ളൂ. ഇതിലൊന്നും തന്നെ മിസ്സാക്കിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു നമ്മുടെ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിൽ നിന്നും നമ്മളെ ഒന്ന് വിളിച്ച് അവിടെ 2 പേരുള്ളൊരു സെറ്റിലേക്ക് മാറ്റുമല്ലോ. അപ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു പേഴ്സണലി. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ പ്രോബ്ലംസ് ഉള്ളൊരു പാനലൊന്നും അല്ലായിരുന്നു. എന്നാൽ നമ്മളോട് നമുക്ക് ഉണ്ടായ അനുഭവമല്ല നമ്മുടെ മുൻപ് കയറിയവർക്കും ശേഷം കയറിയവർക്കും ഉണ്ടായിട്ടുള്ളത്.
കാരണം അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ അവരെ കാണാൻ പറ്റില്ല. ഞാൻ താഴെ എൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ ഒതുക്കുന്ന നേരത്താണ് മറ്റൊരു വ്യക്തി, എൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു ടീച്ചറെ കണ്ടത്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞത് കുറച്ച് ടഫായിരുന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയില്ല. പുതിയ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ എൻ്റെ മുൻപുണ്ടായിരുന്ന ടീച്ചറായാലും അഭിപ്രായങ്ങൾ ഒരുപാട് ചോദിച്ചു, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു, എല്ലാത്തിനും ആൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് പോയ ഒരു ടീച്ചറോട് ഞങ്ങൾ ഷെയർ ചെയ്ത ഞാൻ ടീച്ചറായിട്ട് ഷെയർ ചെയ്തുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരു മാത്സുമായി അതുപോലെ EVS ഒക്കെ ആയിട്ട്, അതിൽ നിന്നും EVSിലത്തെ സെയിം ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു, അതിനുള്ള ആൻസറൊക്കെ പറയാൻ പറ്റിയെന്ന് പറഞ്ഞു. എന്നിരുന്നാലും പുതിയ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ ആൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. എൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ആ ടീച്ചർ വർക്ക് ചെയ്യുന്ന ടീച്ചറല്ല, അപ്പോൾ ആൾക്ക് അതിനെ പറ്റിയൊരു അറിവില്ല. അപ്പോൾ അവർ അത് അറിഞ്ഞുകൊണ്ടാണ്, വർക്ക് ചെയ്യുന്നില്ല എന്നറിയാം, എന്നിട്ടാണ് അത്തരത്തിൽ പെട്ടെന്നാർക്കും കിട്ടുന്ന തരത്തിലല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ എനിക്കറിയാം, ആ ചോദ്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം ഒരുങ്ങിപ്പോയാലും നമ്മൾ നോക്കാത്ത ഭാഗങ്ങൾ, അതായത് നമ്മുടെ ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ കാര്യങ്ങൾ, അപ്പം അതിൽ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഉള്ള ഒരു ടീച്ചർക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. അങ്ങനെയും ഉള്ള പാനൽസ് ഉണ്ട്, നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിട്ട് പോകണം. നമ്മൾ ബയോഡാറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്നോട് അതുമായി ബന്ധപ്പെട്ട യാതൊന്നും ചോദിച്ചിട്ടില്ല. അതായത് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമായോ അല്ലെങ്കിൽ മാറിയ പാഠപുസ്തകങ്ങളുമായോ അതുമായി ബന്ധപ്പെട്ട ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. അത് ചോദിച്ചത് വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയോടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അതായത് നമ്മൾ ഏത് മേഖലയെ പറ്റിയും ചോദിച്ചാൽ പറയാൻ കഴിവുള്ളവരാണോ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അവർക്കറിയാം വർക്ക് ചെയ്യാത്ത ആള് ഈ ഒരു പോർഷനെ പറ്റി ചോദിച്ചാൽ ഉത്തരം പറയില്ല എന്ന് അവർക്ക് ഷുവറാണ്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു സമയത്ത് അവരുടെ ഒരു എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രതികരണം എന്നറിയാനായിരിക്കണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇവർക്കറിയില്ല ഉത്തരം എന്നുള്ളത് ആ ഇൻ്റർവ്യൂ ബോർഡിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ എന്തിനും ഒരു ഇതായിരിക്കും, നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും, പക്ഷെ പഠിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അത് ചിലവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് എന്നോട് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ജൈവവൈവിധ്യ ഉദ്യാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 2020 NEPനെ പറ്റിയൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലഹരി വിമുക്തമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. എങ്കിൽ പോലും ഇതൊന്നും അല്ലാതെ ഉള്ള ക്വസ്റ്റ്യൻസ് അവർക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം അവർ പ്രിപ്പയർഡാണ്. എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച മാഡത്തിൻ്റെ കയ്യിൽ ഒരു വലിയ പുസ്തകം ഉണ്ട്, അതിൽ നിറച്ച ഒരു ക്വസ്റ്റ്യൻസ് എഴുതി വന്നേക്കാണ്. അപ്പം അങ്ങനെയാണ് അതിൽ നിന്നാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം ഹാൻഡ് ബുക്കുകൾ, അതുപോലെ എന്തെങ്കിലും ഗൈഡുകൾ, ഇതൊക്കെ അതായത് സൈക്കോളജിയെ സംബന്ധിച്ചും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദ്യം വരുന്നുണ്ട്. എന്നാൽ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ ഒന്ന് ടോട്ടലായിട്ട് ഇപ്പോൾ ഗസ്റ്റാൾട്ട്, വൈഗോട്സ്കി, പിയാഷെ ഇവരെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ ആശയങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ പറ്റാമെന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക. പെട്ടെന്ന് ആ ഒരു ചോദ്യം വരുമ്പോൾ ഒന്നും അറിയാത്തതാണല്ലോ ചോദിക്കുന്നത് എന്ന ഒരു സമയത്ത് ഉള്ള നമ്മുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവം വ്യത്യാസമായിരിക്കും. അറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ് കുറച്ച് പറയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അത് അവർക്കറിയാം. നമ്മുടെ മുഖത്തുള്ള ഭാവവ്യത്യാസമാണ് അവർ നോക്കണത്. കുറേയൊക്കെ അങ്ങനെയാണ്. പിന്നെ തീരെ ഉത്തരം പറയാത്തവരുടെ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പലരുടെയും വ്യത്യസ്തമായിട്ടുള്ള
അനുഭവങ്ങളാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല. ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടും ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒന്നും ഒരുപാട് ഞാൻ ഗ്രൂപ്പിൽ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല. ഗ്രൂപ്പിലല്ല, നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇംഗ്ലീഷിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അവർ അവരുടേതായ ഒരു സബ്ജക്റ്റ് പഠിക്കൂലോ. അതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്. ഡിഗ്രി നിങ്ങൾ ഏതാണ് അതിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എന്നുള്ളത്. അത് നമ്മൾ ഓരോ സബ്ജക്റ്റും എടുത്ത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലാതെ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുമല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒറ്റ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്കായി പഠിപ്പിച്ച് തന്ന ക്വസ്റ്റ്യൻസ് നിന്നോ ഞാൻ പേഴ്സണലി നോക്കിപ്പോയ ബാക്കി സബ്ജക്റ്റിൽ നിന്നോ ഒന്നും തന്നെ വരാതെ ഒരു ഇംഗ്ലീഷ്, ടോട്ടലി ഒരു ഇംഗ്ലീഷ് എന്താ പറയുക, HSA ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയാണ് ആ ഒരു മെത്തേഡായിട്ടാണ് ആ ഒരു പാറ്റേണാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ എൻ്റെ കഴിഞ്ഞിട്ട് വന്നൊരു മാത്സ് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറോട് തൊട്ട് കഴിഞ്ഞിട്ടല്ല, 2-3 കഴിഞ്ഞിട്ടൊരു മാത്സ് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, മാത്സ് ഡിഗ്രി ചെയ്ത്. ആളോട് മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതേപോലെ 1-2 മാത്രം അഭിപ്രായങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അവരുടെ പാറ്റേൺ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ വേറെ ഒന്നും പറയാനില്ല, ബി പ്രിപ്പയർഡ്. എല്ലാ കാര്യത്തിലും നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. എല്ലാ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു TMൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അതായത് ഇംഗ്ലീഷ് TM എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്. ഫസ്റ്റ് തന്നെയുള്ള ടീച്ചേഴ്സ് ഡീറ്റെയിൽസും അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത്, ചോദ്യം ചെയ്ത ചോദ്യകർത്താക്കൾ ഉദ്ദേശിച്ച ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവിറ്റീസ്, അതിനെ തുടർന്നുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യിക്കുക എന്നുള്ളൊരു പോർഷനാണ് എന്നോട് ചോദിച്ചത്. അതായത് അവർക്കറിയാം, ബാക്കി പോർഷൻസൊക്കെ നമുക്കറിയാം, എന്തൊക്കെയാണ് പഠന സാമഗ്രികൾ, ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അറിയാം. ഇതിനെ തുടർന്ന് നമ്മൾ ഇൻഡിവിജ്വൽ റൈറ്റിംഗ്, അതുപോലെ തന്നെ നമ്മളൊരു ഡിസ്കോഴ്സ് കൊടുത്തിട്ടുള്ളൊരു ടീച്ചിങ് മാനുവലാണെങ്കിൽ ആദ്യം തന്നെ അവരെ കൊണ്ട് ഇൻഡിവിജ്വലായിട്ട് എഴുതിക്കും, ഗ്രൂപ്പായിട്ട് അതൊന്ന് റിഫൈൻ ചെയ്യും, ദെൻ ടീച്ചേഴ്സ് വേർഷൻ കാണിക്കും, ലാസ്റ്റ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റഡ് പ്രൊഡക്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇതാണ് വരുന്നത്. ഇത് പാസേജ് ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ഒരു പാസേജ് എടുക്കുകയാണെങ്കിൽ അതിൽ റീഡിങ്ങിന് തന്നെ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ റീഡിങ് ആയിരിക്കും. ഫസ്റ്റ് ഇൻഡിവിജ്വൽ റീഡിങ്ങിന് ശേഷം ലൗഡ് റീഡിങ് ബൈ ദ ടീച്ചർ, ദെൻ ഇൻഡിവിജ്വൽ റീഡിങ്. അത് പക്ഷേ ലൗഡ് റീഡിങ് ആയിരിക്കണം, അതായത് പേഴ്സണൽ ലൗഡ് റീഡിങ് ബൈ ദ ലേണേഴ്സ്. അതാണ് മൂന്നാമത്തത് വരിക. ഫസ്റ്റ് റീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യത്തേത് സൈലൻറ്റ് റീഡിങ് ആണ്, ദെൻ ലൗഡ് റീഡിങ് ബൈ ദ ടീച്ചർ, ലാസ്റ്റ് ലൗഡ് റീഡിങ് ബൈ ദ ലേണേഴ്സ്. ഈ ഒരു പ്രോസസ്സാണ് അവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു പാസേജ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോദിച്ച ചോദ്യമാണ്, നമ്മൾ പാസേജ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ചോദിച്ചൊരു ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയത് ടോൺ, അതായത് നമ്മൾ വായിക്കുന്നതിൻ്റെ ടോൺ, അതുപോലെ തന്നെ അത് വളരെ സ്ലോയിൽ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കുട്ടികളെല്ലായ്പ്പോഴും എല്ലാവരും ഒരേ ലെവലിൽ പെട്ട കുട്ടികളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോയിൽ ആ ഒരു പോർഷൻ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റീഡിങ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതെല്ലാമാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും പറയുന്നുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഉത്തരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിനെ തുടർന്ന് ഒരുപാട് പോയിന്റ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഞാൻ
പെട്ടെന്ന് ആ ഒരു റൂമിൽ കയറി അവർ ചോദിച്ചപ്പോൾ എന്തെല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ പറയാം, കറക്റ്റായിട്ട് കുറച്ചുകൂടി ഉൾപ്പെടുത്താം. കാരണം നമ്മളോട് ചോദിച്ച് നമ്മളെല്ലാ ഉത്തരങ്ങളും പറഞ്ഞില്ല. പറയുന്നതിന് മുമ്പ് ഒരിടത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനോട് ചേർന്ന് മറ്റൊരു ചോദ്യം ചോദിച്ചത് ഇംഗ്ലീഷ് ഫെസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു. നമ്മുടെ കയ്യിലൊരു ഇംഗ്ലീഷ് ഫെസ്റ്റ് അവതരിപ്പിക്കാനായിട്ട് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്നത് സ്കിറ്റ്, അതുപോലെ പോയിട്രി കോമ്പറ്റീഷൻ നടത്താം, സ്റ്റോറി ടെല്ലിംഗ്, വൊക്കാബുലറി, സ്പെല്ലിംഗ് ബി പോലത്തെ കോമ്പറ്റീഷൻസ് നടത്താം. മറ്റൊന്ന് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യം ക്വിസ് പ്രോഗ്രാമാണ്. നമുക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് പ്രോഗ്രാം നടത്താം. ഇത്രയൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ നമുക്ക് പോയംസ്, നമുക്കൊരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം പോലെ ഏതെങ്കിലും പോയം, നല്ല ഏതെങ്കിലും ഇംഗ്ലീഷ് പോയംസ് എടുത്ത് ഒരു ഡാൻസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ പെട്ടെന്ന് ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഞാൻ പ്രതീക്ഷിച്ച് പോയതിൽ നിന്ന് വളരെ വ്യത്യാസമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ച് വായിച്ച് പോയതിൽ നിന്നും വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ്, അതും ഞാൻ അത്ര ഡീപ്പായിട്ട് നോക്കാതെ പോയ കാര്യങ്ങൾ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് നോക്കിയെന്നല്ലാതെ എല്ലാവരോടും ചോദിക്കുന്നത് ബാക്കി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻസും റാൻഡംലി എല്ലാം നോക്കി. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നോക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ വായിച്ചു പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നമ്മളോട് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റി, എങ്കിൽ പോലും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. നമ്മൾ എല്ലാ പോയിന്റ്സും പഠിച്ചു പോയി പറയുന്ന പോലെ ഒന്നും പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഉത്തരങ്ങൾ എല്ലാത്തിനും കിട്ടുകയും ചെയ്യുകയുണ്ടായി. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ അനുഭവം. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങൾ ഇനി ഇൻ്റർവ്യൂവിന് പോകാനുള്ളവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല നമുക്ക് നേരെ വരുന്ന ക്വസ്റ്റ്യൻസ്. അത് കേട്ടിട്ട് ഒരിക്കലും പതറരുത്. അവർ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്കറിയാവുന്ന വിധത്തിൽ ഉത്തരം പറയുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. അവർ പറഞ്ഞല്ലോ, നമ്മളെ ഇത് എന്തൊക്കെ നമുക്കറിയാം എന്നതിലുപരി നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കുറേ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കത് തോന്നി. ഞാൻ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്കൊരു ടെൻഷൻ ഇല്ലാതെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അറിയാവുന്നത് പോലെ പറയുക എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അതിനെ ആ ഒരു ലെവലിൽ ഞാൻ ഇരുന്നുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും അതിനനുസരിച്ച് തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. ഒരുപാട് ലെങ്തിയാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇൻ്റർവ്യൂ കഴിയാത്ത കാൻഡിഡേറ്റ്സിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.